അങ്ങനെയുള്ള സ്വഹാബത്തിനെ തന്നെ നിഷേധിക്കുന്ന ഒരു രൂപം ഷിയാക്കളിൽ രൂപപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഈ സ്വഹാബികളിൽ നിന്ന് ഉള്ള ഹദീസുകളൊക്കെ തള്ളേണ്ടി വന്നു. അതൊന്നും സ്വീകാര്യമല്ല എന്ന് പറയേണ്ടി വന്നു. ആർക്ക്? ഷിയാക്കൾക്ക്. സ്വാഭാവികമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വരുന്ന ഹദീസുകളെ തള്ളി അങ്ങനെയുള്ള ഒരു പ്രവണത, അതിന് ആരംഭം കുറിക്കുന്നത് ഷിയാ ലോകത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് പിന്നെ അത് പടർന്നു പന്തലിച്ച് ഇസ്ലാമിക ലോകത്തിന്റെ പുറത്തേക്ക് ആ ചിന്ത പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഓറിയന്റലിസ്റ്റുകൾ ഈ വിഷയം ഏറ്റെടുത്തു. ഇസ്ലാമിക ലോകത്ത് നിന്ന് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തന്നെ ഓറിയന്റലിസ്റ്റുകൾ ആ വിവാദം ഏറ്റെടുക്കുകയും അവർ ആ വിഷയത്തിൽ പഠനം നടത്തുകയും ഗോൾഡ് സീഹറിനെ പോലെയുള്ള ആളുകൾ ഇത്തരം ഹദീസുകളെ നിരൂപണം ചെയ്യുന്ന പുസ്തകങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഷിയാക്കളുടെ ഇത്തരം പ്രവണതകളും ഓറിയന്റലിസ്റ്റുകളുടെ ഇത്തരം ഇടപെടലും ഇത് രണ്ടും കൂടിയായി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ അലയൊലികൾ വീണ്ടും ഇസ്ലാമിക ലോകത്ത് തന്നെ മുഴങ്ങിക്കേട്ടു. അങ്ങനെയാണ് ഉസ്താദ് അബൂ റയ്യയെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത്. ആ ഉസ്താദ് അബൂ റയ്യയിൽ നിന്ന് പിന്നെ അത് ഏറ്റെടുക്കുന്ന ആളുകൾ ഉണ്ടായി. അഹ്മദ് മീനെ പോലെയുള്ള ആളുകൾ അത് ഏറ്റെടുത്തു. അത് മുസ്ലിം ലോകത്ത് ഒരു പുതിയ രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഹദീസുകളിൽ സംശയം ജനിപ്പിക്കുന്ന പ്രവണതകൾ ഈ രൂപത്തിൽ കടന്നു വന്ന് അതിന്റെ എക്സ്ട്രീം ലെവലിൽ തന്നെ പോകുന്നൊരു സാഹചര്യമുണ്ടായി. അതിന്റെ പരമ്പര ഷിയാക്കളിലൂടെ, ഓറിയന്റലിസ്റ്റുകളിലൂടെ, അബൂ റയ്യയിലൂടെ, അഹ്മദ് അമീനിലൂടെ അവിടെ നിന്നിങ്ങോട്ട് കടന്ന് നമ്മുടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ചില ആളുകൾക്കിടയിലേക്ക് ആദ്യം വന്നു. പിന്നീട് നമുക്കറിയാവുന്ന ചേകനൂർ മൗലവിയുടെ അത് കയറി വന്നു. ചേകനൂർ മൗലവിയിലൂടെ അത് കേരളത്തിൽ വളരെ വ്യാപകമായി. ആ രൂപത്തിൽ ശക്തമായ അഥവാ ഹദീസ് നിഷേധത്തിന്റെ എക്സ്ട്രീം ലെവൽ, ഏറ്റവും ഉലുവ് എന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും അതിരുകവിഞ്ഞ ഒരു ലെവൽ ആ രൂപത്തിൽ പടർന്നു പന്തലിച്ചു. അതിന്റെ അലയൊലികൾ ഇന്നും നിലച്ചില്ല. ചേകനൂർ മൗലവിക്ക് ശേഷം ചില ആളുകൾ ഖുർആൻ വാദം എന്ന രൂപത്തിൽ തന്നെ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞു രംഗത്ത് വരികയും ഖുർആൻ സൊസൈറ്റി എന്ന് സംഘടനകൾ ഉണ്ടാക്കി അതിന്റെ കീഴിൽ അണിനിരക്കുകയും അങ്ങനെ മുന്നോട്ട് വന്നു. അതിനും കേരളത്തിന്റെ മണ്ണിൽ ചേകനൂർ മൗലവിയുടെ സിമ്പൽ ഉള്ളത് കൊണ്ട് തന്നെ പ്രചാരം കിട്ടാതെ വന്നപ്പോൾ ഇപ്പോൾ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സൂഫി ലോകത്ത് നിന്ന് ഇബ്നു അറബിയെ പോലെയുള്ള ആളുകളുടെ തഫ്സീറുകൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ആ തഫ്സീറുകളും ചേകനൂർ മൗലവിയുടെ വാദവും സംയുക്തമായി അവതരിപ്പിക്കുക എന്നൊരു രൂപത്തിലേക്ക് കടന്നു വന്നയാളാണ് ഇപ്പോൾ ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന മുസ്തഫ മൗലവിയെ പോലെയുള്ള ആളുകൾ. ആ മുസ്തഫ മൗലവി ഇത്തരം വാദഗതികളുമായി വന്നപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഗൂഢ ലക്ഷ്യങ്ങളെ അറിയാതെ പല ആളുകളും, എത്രത്തോളം നമുക്ക് സുപരിചിതനായ CM മൗലവിയാണ് അദ്ദേഹത്തിന്റെ മോക്ഷ സിദ്ധാന്തം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തത്. മർക്കസു ദഅവയുടെ അവരുടെ പണ്ഡിത സഭയുടെ സംസ്ഥാന നേതാവാണ് മുസ്തഫ മൗലവിയുടെ മോക്ഷ സിദ്ധാന്തം എന്ന് പറയുന്ന സർവവേദ സത്യവാദം, അഥവാ പണ്ട് ചേകനൂർ മൗലവി അവതരിപ്പിച്ച സർവമത സത്യവാദം എന്ന അതേ ആശയത്തെ ഒരു പേരിൽ മാറ്റം വരുത്തി സർവവേദ സത്യവാദം എന്ന രൂപത്തിൽ അവതരിപ്പിച്ചു കൊണ്ടുവന്ന മോക്ഷ സിദ്ധാന്തം എന്ന ഹദീസ് നിഷേധിയായ ചേകനൂരിയായ മുസ്തഫ മൗലവിയുടെ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുക്കുന്നത് CM മൗലവിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇത്തരം ഗൂഢലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഇനി ആ മുസ്തഫ മൗലവി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്വഹാബികളെ തെറി പറയുന്നത്, ആക്ഷേപിക്കുന്നത്. അഥവാ ഷിയാക്കൾ ആദ്യ കാലഘട്ടത്തിൽ സ്വഹാബത്തിന്റെ നേരെ എന്തു നിലപാടാണോ സ്വീകരിച്ചത്, ഷിയാക്കൾ കർബല വിഷയത്തിൽ ഏത് നിലപാടാണോ സ്വീകരിക്കുന്നത്, സ്വഹാബത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ ഏത് നിലപാടാണോ സ്വീകരിക്കുന്നത്, അതേ നിലപാടാണ് കേരളത്തിൽ മുസ്തഫ മൗലവി സ്വീകരിച്ച് അദ്ദേഹം തന്റെ വാദഗതികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് തിരിച്ചറിയാതെ ഈ ജഹാലത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി കൂട്ടുപിടിക്കുന്നതോ നമുക്കറിയാം പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരെ, അതുപോലെ CM മൗലവിയെ പോലെയുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മുസ്തഫ മൗലവി ഈ പറയുന്ന വിദണ്ഡവാദം അഥവാ ചേകന്നൂരിസം ഇന്ന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ എക്സ്ട്രീം ലെവലിൽ തന്നെ ഹദീസ് നിഷേധിക്കുന്ന ആളുകൾ അവർ രൂപപ്പെടുകയാണ്. അവരാണ് ഇന്ന് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ യുക്തിവാദി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട എക്സ് മുസ്ലിം എന്ന് പറയുന്ന സംഘടനക്ക് രൂപം നൽകിയത് ഈ ചേകന്നൂരികളാണ്. ഈ മുസ്തഫ മൗലവിയെ പോലെയുള്ള ആളുകളുടെ ചിന്താ പ്രസ്ഥാനത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അഥവാ ഇവിടുന്ന് എടുത്ത് അവിടേക്ക് ഇട്ടുകൊടുക്കുക, മുസ്ലിം ആയ ആളുകൾ എക്സ് മുസ്ലിമിലേക്ക് പിക്ക് ചെയ്തെടുത്ത് ഇട്ടുകൊടുക്കുക എന്ന വർക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം.